കല്ലേരിമോല് ബറാത്ത് നോമ്പ് സുന്നത്തല്ലേ? അല്ല ഉസ്താദേ, ബറാത്ത് നോമ്പ് ബിദ്അത്താണ്. പരിശുദ്ധ ഖുർആന് തന്നെ ഓതൽ നിർബന്ധമാണ്. അതെ, പരിശുദ്ധ ഖുർആൻ ഓരോ മുസ്ലിം ഓതണം. ആ പരിശുദ്ധ ഖുർആൻ ഒരു ചട്ടക്കൂട്ടിലാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ ഉണ്ടായിട്ടില്ല. ഇല്ല, ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. റസൂലിന്റെ കാലത്ത് ചട്ടക്കൂട്ടിൽ ഉണ്ടെന്ന് ആരോ പറഞ്ഞ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്താ എങ്ങനെ റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത എങ്ങനെ നിങ്ങൾ ഖുർആൻ ചട്ടക്കൂട്ടിലായിട്ട് ഓതുന്നത് എന്താ? അപ്പൊ ഉസ്താദേ, ദുനിയാകാര്യം ദീൻ കാര്യം എന്ന് പറഞ്ഞ് രണ്ട് സംഗതിയുണ്ട്. ഒന്ന് ദീൻ കാര്യമാണ്, ഒന്ന് ദുനിയാ കാര്യമാണ്. അത് മനസ്സിലാക്കാൻ മുസ്ലിയാരെ നിങ്ങൾ വളർന്നിട്ടില്ല, അതുകൊണ്ടാണ്. ദീൻ കാര്യവും ദുനിയാ കാര്യവും എന്താണെന്ന് മനസ്സിലാക്കാൻ മാത്രം ഉസ്താദെ നിങ്ങൾ വളർന്നിട്ടില്ല, അതുകൊണ്ടായി കുഴപ്പം. അത് വിധത്തല്ലേ? മറ്റുള്ള അല്ല ഉസ്താദെ, അത് വിധത്തല്ല. ചട്ടക്കൂട്ടിലാക്കുന്ന വിധത്തല്ല. ഇനി ചട്ടക്കൂടുണ്ടാവില്ല. കുറച്ചങ്ങോട്ടെത്തും ചട്ടക്കൂടും ഖുർആനും ഒന്നും കാണില്ല. ഒക്കെ വേറെ ഇതിൻ്റെ അകത്തുണ്ടാവും. ആരുടെ കയ്യിലും ഉണ്ടാവും. എവിടെയും കൊണ്ട് കിടക്കുക, പോക്കറ്റിൽ ഖുർആൻ ഉണ്ടാവും. അതങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും. പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് ചട്ടക്കൂടുണ്ടാവില്ല. ഇപ്പോഴത്തെ മൊബൈലിൽ ഖുർആനില്ലേ, അതും ഉണ്ടാവില്ല. അതൊക്കെ മാറ്റം സംഭവിക്കും ഉസ്താദ്. എന്നാൽ ദീൻ കാര്യം അങ്ങനെയല്ല. ദീൻ കാര്യം മുഹറം 10 നോമ്പ്, അത് മുഹറം 10 തന്നെ എടുക്കണം. അതിനൊരു മാറ്റവും ഖിയാമത്ത് നാൾ വരെ സംഭവിക്കില്ല. ദീൻ കാര്യത്തിന് ഒരു മാറ്റവും ഖിയാമത്ത് നാൾ വരെ സംഭവിക്കില്ല. എന്നാൽ ചട്ടക്കൂട് പോലുള്ള ദുനിയാ കാര്യം ഉണ്ടല്ലോ മൊയ്ലിയാറെ, അതെന്നും മാറിക്കൊണ്ടിരിക്കും, കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ മൊയ്ലിയന്മാരെ അതൊക്കെ മനസ്സിലാക്കാൻ മാത്രം ലോകത്ത് ഒരു മുസ്ലിയാറും വളർന്നിട്ടില്ല. ഒരു മുസ്ലിയാറും വളർന്നിട്ടില്ല. പിന്നെ അത് വിദ്യത്തല്ല കാര്യം ഉസ്താദെ, അത് ദീൻ കാര്യം ദുനിയാ കാര്യമാണ്. അതുകൊണ്ട് അത് വിദഗ്ധാവില്ല. ദീൻ കാര്യം വരുമ്പോഴാണ് വിദഗ്ധം സുന്നത്തും ഉണ്ടാവുക. അത് ഇരട്ടത്താപ്പല്ല. അതൊന്ന് ദുനിയാ കാര്യമാണ്, ഒന്ന് ദീൻ കാര്യമാണ്. മുസ്ലിയാക്കന്മാരെ ഇതൊന്ന് മനസ്സിലാക്കാൻ മാത്രം മുസ്ലിയാക്കന്മാരെ നിങ്ങൾ വളർന്നിട്ടില്ല, ഇനിയൊട്ട് വളരുകയില്ല. അല്ല ഉസ്താദെ, ഇത് ദുർവ്യാഖ്യാനല്ല. ബറാത്ത് രാവ് ദീൻ കാര്യമാണ്. ഖുർആൻ ചട്ടക്കൂട്ടിലാക്കുന്ന ദുനിയാ കാര്യമാണ്. ദീൻ കാര്യം പുതുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റൂല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ പിൻപറ്റാനേ പറ്റൂ. റസൂല് ബറാത്തിന് മുമ്പ് കഴിച്ചിക്കോ എങ്കിൽ സുന്നത്താണ്. റസൂല് റജബ് 27 നോമ്പ് എടുത്തിക്കോ എങ്കിൽ സുന്നത്താണ്. അത് രണ്ടും റസൂൽ എടുത്തിക്കില്ല, എടുക്കാൻ പറഞ്ഞിട്ടില്ല. എടുക്കണമെന്ന് ആരോടും കൽപ്പിച്ചു വിട്ടില്ല. അതുകൊണ്ട് അത് ബിദ്അത്താണ്. ബറാത്ത് നോമ്പും റജബ് 27 നോമ്പും ആരും കൊടുത്താൽ ഓനെ അള്ളാഹു ശിക്ഷിക്കപ്പെടും, പരലോകത്ത് ശിക്ഷിക്കും. പിന്നെ ഞങ്ങൾക്ക് തോന്നിയതല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് ദീനാണ്, പഠിപ്പിക്കാത്ത ദുനിയാ കാര്യമാണ്, അല്ലെങ്കിൽ ബിദ്അത്താണ്. മൂന്നിലൊന്നായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ അത് ദീൻ കാര്യമാണ്. പഠിപ്പിക്കാതെ ദീൻ കാര്യം ചെയ്യുന്നതിന് ബിദ്അത്ത് എന്ന് പറയും. അല്ലാത്ത ദുനിയാ കാര്യമാണ് വലിയേറെ. ഇങ്ങളൊക്കെ ദീന് എന്താന്ന് മനസ്സിലാക്കേണ്ടിരിക്കെങ്കിൽ 1500 കൊല്ലം കഴിയണം. ഇനിയും മൗലവിമാർക്ക് ഇസ്ലാം ദീൻ എന്താന്ന് മനസ്സിലാകണമെങ്കിൽ ഇനിയും 1500 കൊല്ലം കഴിയണം. അല്ല ഉസ്താദേ, ഇത് ഇരട്ടത്താപ്പല്ല, ഇതാണ് ശരിയായ താപ്പ്.